നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരേ ദിവസം തന്നെ ഇരുന്ന് 3 വീഡിയോ 4 വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ. കാരണം വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലാതെ അല്ലാതാതെ ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേയോളം പോക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒത്തിരി കാലങ്ങൾ കൂടിയിട്ട് ബെഡ്ഷീറ്റാണ്. ബെഡ് സ്പ്രെഡ് അഥവാ ബെഡ്ഷീറ്റ്. ഇതിനകത്ത് ഫാമിലി കോട്ടുണ്ട്, ഡബിൾ കോട്ടുണ്ട്, സിംഗിൾ കോട്ടുണ്ട്. ഈ കാണിക്കുന്ന ഇപ്പൊ ഈ ഒരു ബെഡ്ഷീറ്റാണ് കാണിക്കുന്നതെങ്കിൽ ഇതിന് ചിലപ്പം സിംഗിൾ മാത്രമേ കാണുള്ളൂ, ഡബിളില്ല. ബാക്കി എല്ലാത്തിനും ഡബിളും സിംഗിളും ഫാമിലിയും ഉണ്ട്. ഈ ബെഡ്ഷീറ്റിനെ പറ്റി ഞാനൊന്ന് വിശദമായിട്ട് പറയാം, അതൊന്ന് കേട്ടിട്ട് നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ. ഇത് കോട്ടൺ ആണ് ബെഡ്ഷീറ്റ്. ഒരു 80% കോട്ടനും 20% സാറ്റിൻ കോട്ടൺ എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറി പെട്ട. സാറ്റിൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ സാറ്റിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ പാഞ്ഞു പോകരുത്. അതൊരു മരുത്തിളക്കമുള്ള ഒഴുകി കിടക്കുന്ന അതല്ല. അതിനൊരു സോഫ്റ്റ്നെസ് ഉണ്ട് സാറ്റിന്. അത് മാത്രമേ ഈ ബെഡ്ഷീറ്റിനുള്ളൂ. ഇത്തെ പിടിക്കുമ്പോൾ ചിലർ പറയും ഇത് മിക്സ് ആണ്, അങ്ങനെ മിക്സ് ഫീൽ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ ഗ്യാരണ്ടി ആയിട്ട് ഞാൻ പറയാം, വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ഈ ഒരു ബെഡ്ഷീറ്റ് അല്ലാത്ത ഒരു ബെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നില്ല. ഇത് ഇമ്പോർട്ടഡ് ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണ്. വളരെ ഉപയോഗിക്കാനും വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യാനും എടുക്കാനും ഉപയോഗിക്കാനും എല്ലാം നല്ലതാണ്. വിരിച്ചിട്ടാൽ അവിടെ തന്നെ കിടക്കും. ഇത് ചുളുങ്ങി പറഞ്ഞ് പോകത്തൊന്നുമില്ല. ആവശ്യത്തിന് കനവും എല്ലാം ഉള്ള ബെഡ്ഷീറ്റാണ്. പിന്നെ ഈ ഒരു ഭാഗം ഇതിനകത്തുള്ള ഒരു കുഴപ്പം, ആകെയുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വക്ക് അടിച്ചിട്ടില്ല. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള താല്പര്യമുള്ളവർ അത് സ്റ്റിച്ച് ചെയ്തിട്ട് മെഷീനെ വെച്ചൊന്ന് മടക്കിയിട്ടൊന്ന് അടിച്ചാൽ മതി. ഒരു സൈഡ് ഇവിടെ അടിക്കണ്ട. ഇവിടെ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇവിടെ പറയുന്നത് ഇതിന് തേര എന്ന. ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈവൻ ഷോളിന് പോലും ഉണ്ട് അങ്ങനെ ഒരു, ദുപ്പട്ടയ്ക്ക് പോലും ഉണ്ട് അങ്ങനെ ഒരു സാധനം. ആ ഒരു ഭാഗമാണ്. ഇതിങ്ങനെ ഉതിർന്നു പോകത്തില്ല. ഞാൻ ഇതെന്ന് ബെഡ്ഷീറ്റിന്റെ വീഡിയോ അവതരിപ്പിച്ചാലും ഞാൻ ഇക്കാര്യം പറയും. കാരണം പണ്ടൊരു ചേച്ചി നേരിട്ട് എന്നോട് തർക്കിച്ചതാണ്, ഇത് നൂല് ഇവിടുന്ന് വിട്ട് വിച്ചിങ്ങ് പോരുന്നു. ഞാൻ പക്ഷെ എന്റെ ചെറിയ പ്രായം തൊട്ടേ കേൾക്കുന്ന തേരെന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് അങ്ങനെ പോകത്തില്ല എന്നുള്ളത്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്, നല്ല ക്ലാസ് ആയിട്ടുള്ള ഐറ്റം. നമ്മുടെ മുറിയിലൊക്കെ, നമ്മുടെ ബെഡിലൊക്കെ, ഫാമിലി കോട്ടൊരു ബെഡിൽ ഇതുപോലത്തെ ലൈറ്റ് ആയിട്ടും ഒക്കെ വിരിച്ചിട്ടായിട്ട് അത് മുറിയിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയോ എന്തോ ഒരു നല്ലൊരു ഫീല് തോന്നും അല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞിട്ട് ഭിത്തികൾക്ക് പോലും ഈ കടുംവെട്ട് കളറുകളൊന്നും അടിക്കരുത്. ചിലര് വേഗം ചെളിയാവും, അഴുക്കാവും എന്ന് പറയും. ലൈറ്റ് ഷെയ്ഡും മാറ്റിക്കളയും. ഇപ്പം പെയിന്റൊക്കെ ലൈറ്റ് ഷെയ്ഡ് അടിച്ചാൽ പോലും സ്റ്റെയിൻസ് ഒക്കെ പെട്ടെന്ന് വേറെ പെയിന്റ് അടിക്കാതെ തന്നെ വാഷ് ചെയ്ത് കളയാനൊക്കെ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. എപ്പോഴും ലൈറ്റ് ഷെയ്ഡ്സ് ആണ് നമ്മുടെ മനസ്സിന് ഒരു ഇത് കൊടുക്കുന്ന ഒരു സാധനം എന്ന് എൻ്റെ അഭിപ്രായം. ഓരോരുത്തരുടെ ഇഷ്ടം. ഫാമിലി കോട്ടാണ്. ഇതിന്റെ ഒരു സൈസ് ഒരെണ്ണത്തിന്റെ ഞാൻ കാണിച്ചു തരാവേ. ഇത് ഇവിടം തൊട്ട് ഇത്രയാണ് ഇതിന്റെ വീതി. അത്രയും തന്നെ നീളവും വീതിയും ഏകദേശം ഒരുപോലെ വരും. ഫാമിലി കോട്ട് അറിയാലോ. ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത്തും വിട്ടും ഒക്കെ ഓരോരുത്തരും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി കോട്ട് എന്ന ഒരൊറ്റ പേര് ഇതിനകത്ത് പറയുള്ളൂ. സ്ക്രീനിൽ എഴുതിയേക്കുന്ന എഫ് സി എന്ന് പറഞ്ഞാൽ ഫാമിലി കോട്ട്. എന്താ നല്ല കോട്ടന്റെ ബെഡ്ഷീറ്റ്. അടുത്ത് ഇപ്പൊ ആദ്യം കാണിക്കുന്ന ഫാമിലി തന്നെയാണ്. ഈ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമില്ല. ഇതും ലൈറ്റ് ആണ്. പക്ഷെ ഞാൻ എപ്പോഴും കൊണ്ടുവരുന്ന അങ്ങനത്തെ കൊണ്ടുവരും. ഒത്തിരി ഈ ഭയങ്കര ഡാർക്ക് കൊണ്ടുവരവല്ല, എനിക്ക് ഭയങ്കര കുറവാണ്. പക്ഷെ ഇത് അങ്ങനെ ഞാൻ തീരുമാനിക്കുന്ന തെറ്റാണെന്ന് ചിലപ്പോൾ എനിക്കറിയാം. കാരണം കസ്റ്റമേഴ്സിന്റെ ഇഷ്ടവും കൂടെ വേറെ ആയിരിക്കുമല്ലോ. ആഷ് കളറിൽ ഇങ്ങനെ ഒരു പൂക്കള്. ഇത് ലൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ലൈറ്റ് ആണ്, ഡാർക്ക് ആണോ എന്ന് ചോദിച്ചാൽ ഡാർക്ക് ആണ്. പെട്ടെന്ന് അങ്ങോട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ലൈറ്റ് കളർ പറ്റത്തില്ല. വിദ്യഗിരി പറഞ്ഞാൽ മതി എന്ന് എന്നോട് പറയും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ വാങ്ങിച്ചു. ഇതാണെങ്കിലും ലൈറ്റും ഉണ്ട്, ഡാർക്കും ഉണ്ട്. ഫാമിലി കോട്ടാണ് ഈ കാണിക്കുന്ന മൊത്തവേ. സ്ക്രീനിൽ എഫ് സി കാണുന്നത് ഫാമിലി കോട്ട്, ഡി സി കാണുന്നത് ഡബിൾ കോട്ട്, എസ് എസ് സി കാണുന്നത് സിംഗിൾ കോട്ട്. ഇത് ഡിസൈൻ കാണാലോ. ഒരു നല്ല ഒരു പീച്ച് പിങ്ക് ഷെയ്ഡും വൈറ്റും കൂടെ കൂടിയ ഒരു മിക്സ്. ഇതിന്റെ നല്ല സ്റ്റഫ് ആട്ടോ. നല്ല പിടിക്കാൻ ഇടാൻ ഉപയോഗിച്ച് നോക്കുക. അതാ ഞാൻ പറയുള്ളൂ. ഒരു തവണയൊന്ന് വാങ്ങിച്ച സ്ഥിരം വാങ്ങിക്കുന്നവർ ധാരാളം ഉണ്ട്. ഇതിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഇതിന്റെ രണ്ട് സൈഡില്ലേ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ അല്ലേ, അങ്ങനെയല്ലേ സംഭവം. രണ്ട് സൈഡില് ഈ ഒരു വീതിക്ക് ഇങ്ങനെ ഒരു സാധനം വരും. സെൻട്രൽ പോർഷനില് കൈ വേദനയെടുക്കുന്നു. സെൻട്രൽ പോർഷനിൽ ഇത് മൊത്തം വരും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ബെഡ്ഷീറ്റ്. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെ ബെഡിന്റെ താഴേക്ക് ഇങ്ങനെ
തുടിഞ്ഞു കിടക്കുന്ന ഭാഗത്താണ് ആ ഒരു സംഭവം വരുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇതിന് ഷിപ്പിംഗ് റേറ്റ് ഇച്ചിരി കൂടും മറ്റുള്ള സാധനങ്ങളെ അപേക്ഷിച്ച്. കാരണം വെയിറ്റ് ഉണ്ടല്ലോ, ഇതിന് ഇത്രയും കനത്തിലല്ലേ മടക്കി വെച്ചിരിക്കുന്നത്. അതിന് ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ആദ്യം കാണിച്ചതിൻ്റെ ഡബിൾ ഇല്ല. രണ്ടാമത്തേത് തൊട്ടേ ഡബിൾ ഉള്ളൂ. ഇത് ഡബിൾ കോട്ട്. നിങ്ങൾ ഡബിൾ കോട്ട് വേണമെങ്കിൽ ഡബിൾ കോട്ടിന്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കണം. DC എന്നുള്ള സ്ക്രീൻഷോട്ട് തന്നെ എടുത്തയക്കണം. ഫാമിലി കോട്ടിന്റെ സ്ക്രീൻഷോട്ടും FC എന്ന് എഴുതിയ സ്ക്രീൻഷോട്ടും, എന്നിട്ട് ഉദ്ദേശിക്കുന്ന DC ആയി പോകല്ലേ, DC എന്ന് എഴുതിയതിന്റെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കണം. ഇതടുത്തത് DC ഡബിൾ കോട്ട്, ഇതും DC, ഇത് DC, ഇതിന്റെ ഡബിൾ കോട്ട്. അപ്പൊ ഡബിൾ കോട്ടിന്റെ തന്നെ ഫോട്ടോ എടുക്കണം. ഡബിൾ കോട്ടാണ്. എല്ലാം കൂടെ വേണമെങ്കിൽ DC FC അങ്ങനെ അന്നേരം ഓരോ വര വരച്ച് പോയാൽ മതിയല്ലോ സ്ക്രീനിൽ. ഇങ്ങനെ ഇതും ഇതിന്റെ ഡബിൾ കോട്ട്. ഇനി ഇതിന് സിംഗിൾ കോട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാം. സിംഗിൾ കോട്ട് ഈ കാണിച്ച എല്ലാത്തിനും അവൈലബിൾ ആണ്. ഫസ്റ്റ് കാണിച്ചതിന്റെ DC ഫോൾഡിങ് വ്യത്യാസമുണ്ട്. സിംഗിൾ കോട്ട് വരുമ്പോൾ ഇങ്ങനെ, ഇത് അതിന്റെ DC. ഇങ്ങനത്തെ ഫോൾഡിങ് വന്നാൽ സിംഗിൾ ആട്ടോ, സോറി ആദ്യം തൊട്ട് എടുക്കണോ. ഇത് SSC സിംഗിൾ കോട്ട്. ഇങ്ങനെ ഫോൾഡിങ് വരുന്നതാണ് സിംഗിൾ കോട്ട്. ഞങ്ങൾക്ക് ഇത് കാണാൻ പാടമാണ്. ഫോൾഡിങ് നോക്കി അറിയാം ഏതാന്ന്. അതിന്റെ സൈസ് ഒന്നും വായിച്ചു നോക്കാൻ പോണ്ട. ഇത് സിംഗിൾ കോട്ട്. ഇതിന്റെ സിംഗിൾ കോട്ട്. ഇതിന്റെ സിംഗിൾ കോട്ട്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ബെഡ്ഷീറ്റിന് ഒരു പൊടിക്ക് ഒരു 10 രൂപയുടെ, അത് എണ്ണത്തിനനുസരിച്ച് വെയിറ്റിനനുസരിച്ചാണ് കൊറിയറിന് റേറ്റ്. ഞങ്ങൾ ഇടുന്നതല്ല, കൊറിയർ കമ്പനി അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഇടുന്നത്. വെയിറ്റ് നോക്കിയിട്ടാണ് അവർ ഇത്ര റേറ്റ് എന്ന് പറയുന്നത്. ബെഡ്ഷീറ്റിന് പൊതുവെ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് അറിയാലോ, ഇത്രയും കട്ടിയിൽ ഇങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് പൊതുവെ വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ഒരു പൊടിക്ക് ഒത്തിരി ഒന്നുമല്ല, പൊടിക്ക് എന്നത്തെയും കഴിഞ്ഞും ഷിപ്പിംഗ് റേറ്റ് കൂടുതലാണ്. ഇപ്പൊ ഷിപ്പിംഗ് റേറ്റ് ഒരു 10 രൂപ ഓൾറെഡി സാരികൾക്കെല്ലാം കൂടിയിട്ടുണ്ട്. അത് കൂടാതെ ഇതിന് വരുമ്പോൾ ഒരു ഇച്ചിരി കൂടെ കൂടുമായിരിക്കും. ചിലർ എല്ലാത്തിന്റെ എല്ലാ കളറും ഒക്കെ എടുക്കുന്നവരുണ്ട്. അതായത് ഇപ്പം ഒരു കളറിന്റെ തന്നെ ഫാമിലി സിംഗിളും ഡബിളും, അതിപ്പോ 4 എണ്ണം ഉണ്ട്, 4ന്റെ അങ്ങനെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഒരു 6 മാസത്തേനോ അല്ലെ മക്കളുടെ വീട്ടിൽ കൊടുത്തു വിടാനോ, അങ്ങനെയൊക്കെ പല വിദേശത്തോട്ട് കൊടുത്തു വിടാനോ, ഹോസ്റ്റലിലെ പിള്ളേർക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്നുണ്ട്. അവരുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.